ആദ്യ 3 മത്സരങ്ങളിലും തോറ്റ് നാണം കെട്ടിരുന്ന മുംബൈ ഇന്ത്യൻസിന് 4ാം മത്സരത്തിൽ സീസണിലെ ആദ്യ വിജയം. 29 റൺസിന് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഹാർദിക് പാണ്ഡ്യയും സംഘവും തോൽപ്പിച്ചത്. സ്വന്തം തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ സീസണിലെ തങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്കോറായ 234 റൺസ് ഉയർത്തിയപ്പോൾ ഡൽഹിയുടെ മറുപടി 8 വിക്കറ്റ് നഷ്ടത്തിൽ 205 ഒതുങ്ങുകയായിരുന്നു. 5 മത്സരങ്ങളിൽ ഡൽഹിയുടെ 4ാം തോൽവിയാണിത്. 49 റൺസ് എടുത്ത രോഹിത് ശർമ്മ, 42 റൺസ് എടുത്ത ഇഷാൻ കിഷൻ, 39 റൺസുമായി ഹാർദിക് പാണ്ഡ്യ, 45 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ടിം ഡേവിഡ്, 39 റൺസുമായി റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരുടെ മികച്ച ബാറ്റിംഗാണ് മുംബൈയെ കൂറ്റൻ സ്കോറിലെത്തിച്ചത്. ഡൽഹിക്ക് വേണ്ടി ആൻഡ്രെ നോർക്കയെയും അക്ഷർ പട്ടേലും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ പൃഥ്വി ഷാ 66 റൺസും ട്രിസ്റ്റൻ സ്റ്റബ്സ് 71 റൺസും അഭിഷേക് പൊറേൽ 41 റൺസും നേടി പൊരുതിയെങ്കിലും ഫലമുണ്ടായില്ല. 4 വിക്കറ്റ് വീഴ്ത്തിയ ജെറാഡ് കോസ്റ്റയും 2 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും ചേർന്നാണ് ഡൽഹിയുടെ ചേസിംഗ് തകർത്തത്. അവസാന ഓവറിലെ 32 ഉൾപ്പെടെ 10 പന്തുകളിൽ 39 റൺസ് നേടുകയും 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത കരീബിയൻ താരം റൊമാരിയോ ഷെപ്പേർഡാണ് കളിയിലെ മികച്ച താരം. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ ജയമാണിത്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.